ഹലോ ഡിയേഴ്സ്, നാളത്തെ എക്സാമിന് ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഇത് തന്നെ വരും എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ പഠിക്കാനുള്ള എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകുന്നത്. പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 102 സ്ക്വയർ മൈനസ് 98 സ്ക്വയർ. എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകൾ തമ്മിൽ കുറയ്ക്കാൻ പറഞ്ഞാൽ രണ്ട് നമ്പർ കൂട്ടാം. ഓക്കെ, രണ്ട് നമ്പർ 102ഉം 98ഉം കൂട്ടുന്നു. 102ൽ നിന്ന് 98 കുറയ്ക്കുന്നു. ഓക്കെ, 102ൽ നിന്ന് 98 കുറയ്ക്കുന്നു. തമ്മിൽ ഗുണിക്കുക. കൂട്ടിക്കഴിഞ്ഞാൽ 200, കുറച്ച് കഴിഞ്ഞാൽ 4, ഗുണിച്ച് കഴിഞ്ഞാൽ 800. ആൻസറായി കഴിഞ്ഞു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 + 2 ഹോൾ സ്ക്വയർ മൈനസ് 10 - 2 ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമിലുള്ളത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ചെയ്ത് കഴിഞ്ഞാൽ 4xy ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എക്സിന് പകരം 10 അല്ലേ, എക്സിന് പകരം 10, വൈക്ക് പകരം 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 80. ആൻസർ 80 കഴിഞ്ഞു. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ 21 എന്ന് പറയുമ്പോൾ എക്സ് 20, വൈ 1, 20 + 1 ഹോൾ സ്ക്വയർ. അപ്പൊ 2xy എന്ന് പറയുന്ന ടേമിൽ വരെ എന്ത് വരും? 2 × എക്സിന് പകരം 20, 2 × 20 × 1 ചെയ്ത് കഴിഞ്ഞാൽ 40 എന്നുള്ളതാണ് ആ ഡാഷിൽ വരേണ്ട ആൻസർ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് 40. നെക്സ്റ്റ്, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ. അങ്ങനെയാണെങ്കിൽ 64 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ എങ്ങനെ എഴുതും? 64ഉം 36ഉം കുറച്ച് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 100. 64 - 36 ചെയ്യണം, ശരിയല്ലേ? 64ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ വരും 28. 100 × 28. അവിടെയുള്ള രണ്ട് നമ്പർ കൂട്ടിയാൽ 100, തമ്മിൽ കുറച്ചാൽ 28. ഇനി 101 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ. രണ്ട് നമ്പർ തമ്മിൽ കൂട്ടിയാൽ 101 ആണോ? അല്ല, കൂട്ടിയാൽ 201 ഇൻറ്റു 101 100 കുറച്ചാൽ 1, 201 × 1 201. ഫൈനൽ ആൻസർ 201 ആൻസർ കിട്ടും. 201 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 4xy എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. സോ 4 × x × 1 അതിനെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. വൈക്ക് പകരം 1. നമുക്ക് ഇവിടെ y കാണുന്നിടത്ത് വൈക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. ഓക്കെ ആണ്. ഇനി 4 × 5 × 1 ആണെങ്കിൽ എക്സിന് പകരം 5, വൈക്ക് പകരം 1. 5 + 1 ഹോൾ സ്ക്വയർ. 5ഉം 1ഉം കൂടെ കൂട്ടിയാൽ 5ഉം 1ഉം കൂടെ കൂട്ടിയാൽ 6. 6 സ്ക്വയർ മൈനസ് 5 ന്ന് 1 കുറച്ചാൽ 5 ന്ന് 1 കുറച്ചാൽ 4 സ്ക്വയർ. 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി 40നെ രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതുക. റൈറ്റ് 40 as the difference of two perfect squares. 40നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10 എന്ന് എഴുതാം അല്ലേ. 4 × 10. അപ്പൊ 40 നമുക്ക് എന്ത് ചെയ്താം? 4 × 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 2. 10 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5 × 2 അല്ലെങ്കിൽ 10 × 1. ശരിയല്ലേ? ആദ്യം എടുക്കുന്ന നമ്പർ 4 കഴിഞ്ഞ് ആദ്യം എടുക്കുന്ന നമ്പർ ആണ് എക്സ്, രണ്ടാമത് എടുക്കുന്ന നമ്പർ ആണ് വൈ. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് ചെയ്താം? 10 + 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈക്ക് പകരം എന്ത് വരും? 10 - 1 ഹോൾ സ്ക്വയർ. 10ഉം 1ഉം കൂടെ കൂട്ടിയാൽ 11. 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. അതല്ലെങ്കിൽ 5 + 2 ഹോൾ സ്ക്വയർ മൈനസ് 5 - 2 ഹോൾ സ്ക്വയർ. 4xy എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 സ്ക്വയർ മൈനസ് 5 ന്ന് 2 കുറച്ചാൽ 3 സ്ക്വയർ. രണ്ട് രീതിയിൽ എഴുതാൻ പറഞ്ഞു. രണ്ട് രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ എഴുതി വെച്ചു. സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മെഷർ ഓഫ് ആംഗിൾ എ നോക്കടാ. ഒ എ എന്ന് പറയുന്നതും, മക്കളെ ശ്രദ്ധിച്ചോ, ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. സമപാർശ്വ ത്രികോണാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ പഠിച്ചു വെച്ചോ, എല്ലാ ആംഗിളും 60 ആയിരിക്കും.
ഒരു ആംഗിൾ 60 ആണെങ്കിൽ എല്ലാ ആംഗിളും 60 ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി. സെറ്റ് അല്ലെ? ഒരു ആംഗിൾ 60 ആണെങ്കിൽ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ കൃത്യമായിട്ട്. എല്ലാ ആംഗിളും 60 ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വലാടാ. ഇവിടെ എ ബി 3 സെന്റിമീറ്റർ, എ ബി 3 ആണെങ്കിൽ വൃത്തത്തിന്റെ ആരം OA, ആ ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ, എല്ലാ സൈഡും 3 സെന്റിമീറ്റർ. അതാണ് നമ്മുടെ റേഡിയസ്. കഴിഞ്ഞു. ഇനി ഇവിടെ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് 3, 5, 6 3, 5, 6 ആ രീതിയിലല്ല ഉള്ളത്. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് എടുത്ത് എഴുതാനാ പറഞ്ഞേ. റൈറ്റ് 2 pairs of angles in the figures given below. ഈക്വൽ ആംഗിൾസ്, എന്തെങ്കിലും ആംഗിൾ അല്ല, ഈക്വൽ ആംഗിൾസ് എഴുതണം. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് ആരുള്ളത്? 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ബി. 6 സെന്റിമീറ്റർ ആണ് ഓപ്പോസിറ്റ് ആംഗിൾ പി. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. വേറെ ഒന്നും കൂടെ, ഒരു ജോഡിയും കൂടി എഴുതാം. നമുക്ക് 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആംഗിൾ എ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് നമുക്ക് ആംഗിൾ ആർ. ഓക്കെ, സെറ്റ് അല്ലേ? തുല്യമായ സൈഡുകൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഐസോസിലസ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ PQ എന്ന് പറയുന്നതും PR എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും അല്ലേ? സംശയമല്ല. 30 കൂട്ടി എത്രയാ? 30 60. സോ 180 മൈനസ് 60 ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ 120 ഡിഗ്രി. അതും നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സെറ്റ് അടിപൊളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആർ ദ 2 ഡയഗണൽസ് ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ? ഒരു റെക്ടാംഗിളിന്റെ 2 ഡയഗണൽ ഈക്വൽ ആണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കേ, 2 ഡയഗണലും ഈക്വൽ ആണോ എന്നുള്ളതാണ് എൻ്റെ മക്കളെ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ ഷെയ്ഡ് ചെയ്യപ്പെട്ട 2 ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. ഡയഗണൽസ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. 2 വികരണങ്ങൾ തുല്യമാണെന്ന് കാണിക്കാൻ ശ്രദ്ധിച്ചോ, അതിന് പേര് കൊടുക്കുകയാണ് ABCD. ഇവിടെ ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്നറിയോ? എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, നമുക്ക് അടിപൊളിയായിട്ട് തെളിയിക്കാം. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ ആംഗിളും എന്തായിരിക്കും? റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. ഇൻ ട്രയാങ്കിൾ ABC and ട്രയാങ്കിൾ BAD. ഓക്കെ, ത്രികോണം ABCയിലും BADയിലും ത്രികോണം ABCയിലും ത്രികോണം BADയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിളിലും AB എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. AB എന്ന് പറയുന്ന സൈഡ് കോമൺ അല്ലേ? AB എന്ന് പറയുന്നത് കോമൺ ആണ്. AD എന്ന് പറയുന്നത് BCക്ക് ഈക്വൽ ആണ്. ശരിയല്ലടാ? AD എന്ന് പറയുന്നത് ഇവിടെയോ BCക്ക് തുല്യമാണ്. 2 സൈഡുകൾ ഈക്വൽ ആണെന്നുള്ളത് ഒരു സംശയമില്ല. 2 സൈഡുകൾ ഈക്വൽ ആണെന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരു സംശയം ഇല്ലെങ്കിൽ നോക്കിക്കേ, 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ ഈക്വൽ ആവാൻ എന്താ വേണ്ടത്? നടുവിലുള്ള ആംഗിൾ DAB
അതേപോലെ തന്നെ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നോക്കടാ, എസ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ബി എ ഡി. റീസൺ SAS. രണ്ട് സൈഡും നടുവിലെ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ അതിൽ നമുക്ക് പറയാം therefore AC is equal to BD. അതുകൊണ്ട് AC-യും BD-യും തുല്യമാണ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, ഉഷാറാക്കണം. നാളത്തെ എക്സാം നിങ്ങൾ തകർക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് സെറ്റാക്കാം. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ മക്കളെ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. ഒരു കാര്യം കൂടെ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്ന കുട്ടികളെല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9995, ഈ കാണുന്ന നമ്പർ 9995 400 800. ഓക്കെ, ഈ നമ്പറിലേക്ക് വിളിക്കുക. അടിപൊളിയാക്കാം. ബൈ ബൈ.